ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ് എടുക്കുന്നത്. മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ ഫീലിംഗ് സിറപ്പ് ആൻഡ് ക്യാപ്സ്യൂള്. ഈ രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത് അതിനെ ശുദ്ധീകരിക്കുക എന്നതാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിന്റെ കർമ്മം. നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് ആ രക്തത്തിനെ ശുദ്ധീകരിക്കുക എന്നതാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിന്റെ ജോലി, അതിന്റെ കർമ്മം അതാണ്. ഓക്കെ, എന്താണ് രക്തം, അല്ലെങ്കിൽ രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം നമുക്ക്. ശരിക്കും പറഞ്ഞാല് 4.5 to 5.5 ലിറ്റർ ബ്ലഡ് ആണ് മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളത്. അപ്പൊ ഈ രക്തത്തിൽ 4 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ RBC, രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള രക്താണുക്കൾ. ഇവയുടെ ജോലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഉടനീളം ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകലാണ് ഈ RBCയുടെ ജോലി. ഓക്കെ, രണ്ടാമത്തത് WBC, വെള്ള രക്താണുക്കള്. ശരീരത്തിലെ ഭടന്മാരാണ് അവര്. അതായത് നമ്മുടെ ശരീരത്തില് ഏത് സമയം വേണമെങ്കിലും ബാക്ടീരിയാസ് കടന്ന് കയറും. അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് WBC, അതായത് വെള്ള രക്താണുക്കള്. മൂന്നാമത്തെ ഘടകം പ്ലേറ്റ്ലെസ് ആണ്. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബ്ലഡ് വരുന്നത് അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. അതെന്താണ്? രക്തത്തിനെ കട്ട പിടിപ്പിക്കുക എന്നതാണ് പ്ലേറ്റ്ലെസിന്റെ ധർമ്മം. ഓക്കെ, ഇനി നാലാമത്തത് വരുന്നത് പ്ലാസ്മയാണ്. ഇപ്പൊ മേൽ പറഞ്ഞ 3 കാര്യങ്ങൾക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള ഒരു പാതയാണ്, ഒരു വഴിയാണ് പ്ലാസ്മ. ഇപ്പൊ നമ്മൾ രക്തത്തിൽ 4 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. RBC, WBC, പ്ലേറ്റ്ലെസ്, പ്ലാസ്മ. അതില് RBCയുടെ ജോലി, RBC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്താണുക്കളാണ്, ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള രക്താണുക്കള്. അപ്പൊ ഇവയുടെ ജോലി ശരീരത്തിൽ ഉടനീളം ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകലാണ് RBCയുടെ ജോലി. നെക്സ്റ്റ് വരുന്നത് WBC, വെള്ള രക്താണുക്കള്. നമ്മുടെ ശരീരത്തില് ബാക്ടീരിയാസ് ഒന്നും കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് വെള്ള രക്താണുക്കൾ. ഓക്കെ, മൂന്നാമത്തത് പ്ലേറ്റ്ലെസ്. നമ്മുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രക്തം കട്ട പിടിക്കുന്നുണ്ട്, ബ്ലഡ് വരുന്നത് നിൽക്കുന്നുണ്ട്. അപ്പോ രക്തം കട്ട പിടിപ്പിക്കുക എന്നതാണ് പ്ലേറ്റ്ലെസിന്റെ ജോലി. പിന്നെ വരുന്നത് പ്ലാസ്മയാണ്. മേൽ പറഞ്ഞ 3 ഘടകങ്ങൾക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ളതാണ് പ്ലാസ്മ. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് ബ്ലഡ് ശുദ്ധി അല്ലാണ്ടാവുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനെ ബ്ലഡ് എടുത്ത് കൊണ്ട് എല്ലാ അവയവങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തിട്ട് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിലാണ് ഈ പ്രോസസ്സിലുള്ള മാലിന്യങ്ങളാണ് ബ്ലഡിൽ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനെ ബ്ലഡ് എടുത്തുകൊണ്ട് എല്ലാ അവയവങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കും. തിരിച്ച് ലങ്സിലേക്ക് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സിലുള്ള മാലിന്യങ്ങളാണ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ അവയവങ്ങളും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലഡ് മാലിന്യമാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്തരിക അവയവങ്ങളും കറക്റ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ നമ്മുടെ ബ്ലഡ് മലിനമാകുന്നുണ്ട്. രക്തം ശരിയായിട്ട് പമ്പ് ചെയ്തില്ലെങ്കിലും മലിനമാവുന്നുണ്ട്. അപ്പൊ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച്, അതായത് നമ്മളെ കൗമാരക്കാരിൽ കണ്ടുവരുന്ന മുഖക്കുരുക്ക് ഒരുപാട് വർദ്ധിച്ചു വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ടീനേജേഴ്സിന് ഒരുപാട് പിമ്പിൾസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം കറക്റ്റ് നടക്കാതിരുന്നാലും കൂടുതലായിട്ട് നീര് അനുഭവപ്പെടുന്നത്, കൺതടങ്ങളിൽ, കൈകാലുകളിലൊക്കെ നീർക്കെട്ട് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം മാനേജ് ചെയ്ത് എല്ലാ അവയവങ്ങളിലേക്കും നല്ല രക്തത്തിനെ കൊടുക്കണം. എല്ലാ അവയവങ്ങളിലേക്കും ഓരോ അവയവം കറക്റ്റ് രക്തം കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് കാണിക്കും, ലക്ഷണം കാണിക്കും. അതിനിപ്പോ ഈ പറഞ്ഞത് കൺതടങ്ങളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, കൈകാലുകളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, അതെന്താണ്? നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കറക്റ്റ് നടന്നിട്ടില്ലെങ്കിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇതിനൊക്കെ ആയിട്ട് എന്താ വേണ്ടത്? നമ്മളുടെ ബ്ലഡ് കറക്റ്റ് ശുദ്ധിയായിട്ടിരിക്കണം. അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫയർ രക്തത്തിനെ എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിക്കുന്നത് നമുക്ക് ഉറപ്പുവരുത്തണ്ടേ. നമ്മൾ കഴിക്കുന്ന പ്രൊഡക്റ്റിൽ നമ്മളുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാനുള്ള എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. രക്തത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഔഷധങ്ങൾ അതിൽ ചേർക്കണം. ഓക്കെ,
പുതിയ രക്തം വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നതിനും അതിനു വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റില് മൺചട്ടിയും നന്നാരിയും ചേർത്തിട്ടുള്ളത്. ഇപ്പൊ മൺചട്ടിയും നന്നാരിയും ചേർത്തിട്ടുള്ളത് പുതിയ രക്തം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പുതിയ രക്തം വർദ്ധിപ്പിക്കാനുള്ള പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടാണ് മൺചട്ടിയും നന്നാരിയും ഈ ഒരു പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുള്ളത്. ഇത് രണ്ടും പുതിയ രക്താണുക്കളെ ഉൽപാദനത്തിന് വളരെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? മൺചട്ടിയും നന്നാരിയും. പിന്നെ വരുന്നത് രക്തത്തിൽ ഒരുപാട് ബാക്ടീരിയാസും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉലുവയും മഞ്ഞളും ഇരട്ടിമധുരവും ചേർത്തിട്ടുള്ളത്. ഉലുവയും മഞ്ഞളും ഇരട്ടിമധുരവും ചേർത്തിട്ടുള്ളത് നമ്മുടെ രക്തത്തിലുള്ള ബാക്ടീരിയാസിനും ഇൻഫെക്ഷൻസിനും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വെൽഹാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുണ്ട് ഉലുവ. അപ്പൊ ഇതിലും ഉലുവ ചേർത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ LDL-നെ അതായത് ലിപ്പിഡ് പ്രൊഫൈലില് നമുക്ക് ആവശ്യമില്ലാത്ത ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നീർമാതളം, തഴുതാമ. വെള്ളത്തിന്റെ അളവ് കൂട്ടി ശരീരത്തിലെ മാലിന്യങ്ങൾ കിഡ്നിയിൽ എത്തിക്കുകയും കിഡ്നി വഴി യൂറിൻ വഴി പുറത്തേക്ക് തള്ളിവിടാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീർമാതളവും തഴുതാമയും ചേർത്തിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, ഇത് നമ്മുടെ ഔഷധങ്ങൾ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളത്. മൺചട്ടിയും നന്നാരിയും ചേർത്തിട്ടുള്ളത് പുതിയ രക്തത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രക്തത്തിൽ ഒരുപാട് ബാക്ടീരിയസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ബ്ലഡ് മലിനമാവും. അപ്പൊ അതിനൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവയും മഞ്ഞളും ഇരട്ടിമധുരവും ചേർത്തിട്ടുണ്ട്. ഉലുവയുടെ മെയിൻ പ്രധാന കർമ്മം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിലെ ആവശ്യമില്ലാത്ത ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീർമാതളം, തഴുതാമ വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ട് ശരീരത്തിലെ മാലിന്യങ്ങൾ കിഡ്നി വഴി എത്തിക്കുകയും കിഡ്നിയിൽ നിന്ന് യൂറിൻ വഴി പുറത്തേക്ക് തള്ളിവിടാൻ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീർമാതളവും തഴുതാമയും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ദഹന സംബന്ധമായിട്ടുള്ള മാലിന്യങ്ങളാൽ മലിനമായിട്ടുള്ള രക്തമാണെങ്കിൽ അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് താനിക്കയും കടുക്കയും നെല്ലിക്കയും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കറക്റ്റ് ഡൈജഷൻ നടന്നിട്ടില്ലെങ്കിൽ ദഹനം കറക്റ്റ് അല്ലെങ്കിലും നമ്മളുടെ ബ്ലഡ് മലിനമാവും. ഓക്കെ, അപ്പൊ അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള നമുക്ക് നല്ലൊരു ദഹന പ്രക്രിയ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നെല്ലിക്കയും കടുക്കയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് പ്രവർത്തിക്കാൻ, അതായത് ദഹനം കൃത്യമാക്കാനും കിഡ്നി പാൻക്രിയാസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും രക്തത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നതിന് സ്കിന്നിന് നല്ല ഗ്ലോ തരാൻ വേണ്ടി നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പിനേഷനിൽ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റും ഇന്ന് ലഭ്യമല്ല. ഓക്കെ, ഇത് അനീമിയക്ക് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല, അതായത് രക്തം ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അല്ല. അതിനു വേണ്ടിയിട്ട് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ഫീലിംഗ് ആണ്. ഇത് നമുക്ക് രക്തം ശുദ്ധി അല്ലാതായാൽ ഉണ്ടാവുന്ന സ്കിൻ പ്രോബ്ലങ്ങൾ എന്തൊക്കെയാ നോക്കാം. നമുക്ക് മുഖത്ത് കരിമങ്ങലി ഉണ്ടാവും, അതുപോലെ തന്നെ ചുണങ്ങ്, സോറിയാസിസ്, വായില് പുകച്ചില്, വായ്പുണ്ണ്, ഇവയൊക്കെ രക്തം ശുദ്ധി അല്ലാതായാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. ഇത് 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. 2 ടീസ്പൂൺ വീതം 2 നേരം ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫീലിംഗ് ലിക്വിഡ് ആൻഡ് ക്യാപ്സ്യൂളിനെ കുറിച്ച് പറയാം. അനീമിയ. എന്താണ് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു പേരിൽ തന്നെ ഇരിക്കേണ്ട ആൻ എന്ന് പറഞ്ഞാൽ ഇല്ല, ഈമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ്. അപ്പൊ ബ്ലഡ് ഇല്ലാത്ത അവസ്ഥയാണ് അനീമിയ. രക്താണുക്കളുടെ അഭാവം മൂലമാണ് അനീമിയ ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ RBC, WBC എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിൽ പറഞ്ഞു. RBCയിൽ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ്. നമ്മൾ RBCയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ഹീമോഗ്ലോബിൻ ആണ് അടങ്ങിയിട്ടുള്ളത്. ഹീമോഗ്ലോബിൻ അയൺ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അയൺ നല്ല രീതിയിൽ ഉണ്ടെങ്കിലാണ് ഹീമോഗ്ലോബിന്റെ ഉൽപാദനം നടക്കുന്നത്. അതായത് RBCയിൽ അടങ്ങിയിട്ടുള്ളത് ഹീമോഗ്ലോബിൻ ആണ്. നമ്മൾ HB ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ അല്ലെ, ബ്ലഡിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഹീമോഗ്ലോബിനിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അയൺ നല്ല രീതിയിൽ ഉണ്ടെങ്കിലാണ് ഹീമോഗ്ലോബിന്റെ ഉൽപാദനം
നടക്കുന്നത്. ഓക്കെ, അപ്പോ ഹീമോഗ്ലോബിൻ RBCയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരീരത്തിലെ ഉടനീളം ഓക്സിജൻ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും എത്തുകയുള്ളൂ. നമുക്ക് ബ്ലഡ് കുറവുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല? ബ്ലഡ് ശുദ്ധിയാക്കാനുള്ള പ്രൊഡക്റ്റായ മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യമാണ്, ഹീമോഗ്ലോബിന് RBC ഉണ്ടെങ്കിൽ മാത്രമാണ് ശരീരത്തില് ഉടനീളം ഓക്സിജൻ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും എത്തുള്ളൂ. അപ്പൊ ബ്ലഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബ്ലഡ് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലഡ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നമ്മൾ മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ നോർമൽ ആയിട്ട് ഹീമോഗ്ലോബിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരിൽ 13 മുകളിൽ വേണം, സ്ത്രീകളിലാണെങ്കിൽ 12 മുകളിലുമാണ് നോർമൽ ആയിട്ട് ഹീമോഗ്ലോബിന്റെ ലെവലിൽ വേണ്ടത്. പുരുഷന്മാരിൽ 13 മുകളിലും സ്ത്രീകളിൽ 12 മുകളിലുമാണ് ഹീമോഗ്ലോബിന്റെ അളവ് കറക്റ്റ് ആയിട്ട് വേണ്ടിയത്. ഇനി അനീമിക് ആകുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാണ് അനീമിക് ആകുമ്പോൾ ലക്ഷണങ്ങള്? എപ്പോഴും ക്ഷീണായിരിക്കും, ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവും, ഉത്സാഹക്കുറവ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റ് ആയിട്ട് എന്തെത്തുന്നില്ല? ഓക്സിജൻ എത്തുന്നില്ല. ഓക്സിജൻ എത്തിയാലാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഓരോ കോശത്തിനും അതിന്റെ ജോലി ചെയ്യാനായിട്ട് ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കും, ക്ഷീണം അനുഭവപ്പെടും നമ്മുടെ ശരീരത്തിന്. അപ്പൊ മുഖമൊക്കെ ഇങ്ങനെ വിളറി വെളുക്കും, അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടുവരും. ജസ്റ്റ് നമ്മളൊരു 3 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും നമ്മൾക്ക് കിതപ്പ് അനുഭവപ്പെടും. അതെന്താണ്? ഒരു 3 സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോഴേക്കും നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വരിക? കിതപ്പ് വരുന്നത്, തലവേദന, മന്ദപ്പ്, തലകറക്കം. അതേപോലെ തന്നെ നമ്മളുടെ മുടിയൊക്കെ എന്താവും? നന്നായിട്ട് ഉണങ്ങിയിരിക്കുക, ഡ്രൈ ആയിട്ടിരിക്കുക. മുടിക്ക് ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ട് മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളെ തൊലിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കും, സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ വരുന്നത് നഖം പൊട്ടിപ്പോവും. അതേപോലെ തന്നെ കൈകാലുകൾ എപ്പോഴും ഭയങ്കര തണുപ്പായിരിക്കും. രക്തം കുറവുള്ള ആൾക്കാരുടെ കൈകാലുകൾ എപ്പോഴും ഇങ്ങനെ നമ്മളെ AC റൂമിലൊക്കെ ഇരുന്ന പോലെ ആയിരിക്കും, തണുപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചില ആൾക്കാരിൽ കാണുന്ന ഒരു ടെൻഡൻസിയാണ് മണ്ണ്, അരി, ഇഷ്ടിക ഇതൊക്കെ കഴിക്കാനുള്ള ഒരു ഇഷ്ടം. അതെന്താണ്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ അയൺ ഇല്ലാതാവുമ്പോൾ അതിനോട് സാമ്യമുള്ള വസ്തുക്കളോട് തോന്നുന്ന ആഗ്രഹമാണിത്. ബ്ലഡ് കുറഞ്ഞ ആൾക്കാരിൽ കണ്ടിട്ടുണ്ടാവില്ല, മണ്ണിനോട് ഇഷ്ടമുണ്ട്, മണ്ണ് തിന്നുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അരി, ഇഷ്ടിക, അരിയൊക്കെ നമ്മള് ചോറൊക്കെ വെക്കുമ്പോൾ അരിയൊക്കെ കഴിക്കുമ്പോൾ ചിലവരാണ് അരി വാരി തിന്നുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയണിന്റെ കണ്ടന്റ് അവിടെ ഇല്ലാണ്ടാവുമ്പോൾ അപ്പൊ അതിനോട് സാമ്യമുള്ള വസ്തുക്കളോട് തോന്നുന്ന ഒരു ആഗ്രഹമാണ് അങ്ങനെ അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ 400-ൽ കൂടുതൽ അനീമിയ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് നോക്കാം. ഫസ്റ്റ് വരുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, അതായത് ഇരുമ്പിന്റെ അംശം കുറയുമ്പോഴുള്ള അവസ്ഥയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണ്. പിന്നെ വരുന്നത് ക്രോണിക് ഡിസീസ്, അതായത് വളരെ കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, മാറാവ്യാധി, അതായത് ക്യാൻസർ, എയ്ഡ്സ്, HIV, അതുപോലെ കിഡ്നി പ്രോബ്ലം. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്ന് മാറിപ്പോകുന്ന ഒരു അസുഖമല്ല. പനി, ജലദോഷം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൈകാലും മുറിവ് അതുപോലൊന്നും പെട്ടെന്ന് വന്നിട്ട് 2 ദിവസം കൊണ്ട് മാറിപ്പോകുന്ന അസുഖങ്ങളല്ല. ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാലമായിട്ട് നമ്മൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, ഒരിക്കലും അത് നമ്മളെ വിട്ടു പോവാത്ത അസുഖങ്ങളാണ് ഇതൊക്കെ. HIV, എയ്ഡ്സ്, അതേപോലെ തന്നെ ക്യാൻസർ, കിഡ്നി, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ബ്ലഡ് കുറഞ്ഞതായിട്ട് കണ്ടുവരാറുണ്ട്, ഈ ഒരു അനീമിക് ആവാറുണ്ട്. അതേപോലെ തന്നെ അപ്ലാസ്റ്റിക് അനീമിയ, രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥ. ഓക്കെ, അതേപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ, അതായത് വ്യത്യസ്തമായ രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരില്ലേ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ വൈറ്റമിൻ B12 കിട്ടുന്നില്ലെങ്കിലും അനീമിയ ഉണ്ടാകും. അതായത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മുടെ നാവിന് രുചിയുള്ള, നമ്മളെ വയറിന് ആവശ്യമില്ലാത്ത നാവിന് രുചിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്.
അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അംശം ഇല്ലാതെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമുക്ക് വൈറ്റമിൻ B12 കിട്ടുന്നില്ലെങ്കിലും അനീമിയ ഉണ്ടാകാറുണ്ട്. പിന്നെ വരുന്നത് ചെറുകുടലിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ. അതേപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിൽ, അതായത് ഗർഭകാലത്ത് കണ്ടുവരുന്ന അനീമിയ. മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ്. നമ്മള് ഗർഭിണികളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അയൺ ടാബ്ലറ്റ് തരാറുണ്ട്. മിക്ക ആൾക്കാരും കഴിക്കാറില്ല, കഴിക്കാനുള്ള മടിക്ക് അയൺ ടാബ്ലറ്റ് നമുക്ക് തരും. അപ്പൊ ആ ഒരു ഗർഭകാല അവസ്ഥയിൽ കണ്ടുവരും, മിക്ക സ്ത്രീകൾക്കും കണ്ടുവരുന്നതാണ് അനീമിയ. അപ്പൊ അതിനായിട്ട് നമുക്കാണ് ആ ഒരു ഗുളിക ഡോക്ടർ തരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? പാരമ്പര്യമായിട്ട് അനീമിയ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്കും അനീമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പറയുന്ന കാര്യം, 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ അനീമിയ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ 65 വയസ്സിലുള്ള കൂടുതലുള്ള ആൾക്കാരുടെ അങ്ങനെ വരാനുള്ള ചാൻസ് എന്താന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തില് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി കുറയുമ്പോഴൊക്കെ എന്തുണ്ടാവും? അവരൊക്കെ അനീമിക് ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. പിന്നെ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവയെ തടയാം? ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ എങ്ങനെയാണ് തടയുക എന്ന് നോക്കാം. അയണും വൈറ്റമിനും റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ ലെവല് കറക്റ്റ് ആയി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അയണിന്റെ കണ്ടന്റ് കറക്റ്റ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി അയണും വൈറ്റമിൻസും ഒക്കെ റിച്ച് ആയിട്ട് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് ഒരു വഴി. പിന്നെ വരുന്നത് സപ്ലിമെന്റ്, അയൺ ടാബ്ലറ്റ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ഇവയൊക്കെ കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ എന്താണോ കുറവ് അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള സപ്ലിമെന്റ് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ഇവയൊക്കെ കഴിക്കുക. അതാണ് രണ്ടാമത്തെ വഴി. പിന്നെ പറയുന്നത് പുളിവർഗ്ഗങ്ങൾ കഴിക്കുക. അതായത് വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, ഓറഞ്ച് പോലുള്ള ഭക്ഷണങ്ങളും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും കഴിക്കുക. ഓക്കെ. പിന്നെ പറയുന്നത് ഡേറ്റ്സ്, കാഷ്യൂ നട്ട്സ് ഒക്കെ കഴിക്കുക. അതേപോലെ തന്നെ ടീയും കോഫിയും ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരതൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട്, ഇപ്പൊ മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനും പാടില്ലാത്തതൊക്കെ ഒഴിവാക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ? എന്നും നമുക്ക് അയണും വൈറ്റമിനും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അളന്ന് നോക്കിയിട്ട് ഇത്ര ഗ്രാം അയൺ കഴിക്കണം, ഇത്ര ഗ്രാം വൈറ്റമിൻ ഇത് കഴിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് അളന്ന് നോക്കിയിട്ട് ഒരു ദിവസം നമ്മൾ കഴിക്കുമോ? നമ്മൾ സാധാരണ എന്താണോ കഴിക്കുന്നത് അതന്നെയല്ലേ എന്നും കഴിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നട്ട്സ്, കാഷ്യൂ ഒക്കെ ഡെയിലി നമുക്ക് ഇത്ര ഗ്രാം വെച്ചിട്ട് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പോസിബിൾ അല്ല. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പുളിയുള്ള ഭക്ഷണങ്ങളുണ്ടോ, അങ്ങനെ നമ്മൾ നോക്കാറില്ല. നമ്മൾക്ക് എന്താണോ ഉള്ളത് അത് നമ്മൾ കഴിക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ള എന്ത് കിട്ടുന്നില്ല? അയണോ വൈറ്റമിൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതൊന്നും പോസിബിൾ അല്ല. കറക്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് നടക്കാനൊന്നും അതൊന്നും ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഒരു ദിവസം പുരുഷന്മാർക്ക് വേണ്ടത് 21 മില്ലിഗ്രാം അയണാണ്. ഇപ്പൊ നേരെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ അളന്ന് നോക്കിയിട്ട് 21 മില്ലിഗ്രാം അയൺ ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? നമുക്കറിയില്ല എന്തിലൊക്കെ എങ്ങനെയൊക്കെയാണ് അയണിന്റെ കണ്ടന്റ് ഇരിക്കുന്നത്, ഒന്നും അറിയില്ല. ഇനി പറഞ്ഞാലും നമുക്ക് അത്രയും ഭക്ഷണം ഒന്നും നമ്മള് എന്നും നമുക്കത് കഴിച്ചിട്ട് നിലനിർത്തി കൊണ്ടുപോകാനും പറ്റില്ല. പുരുഷന്മാർക്ക് 21 മില്ലിഗ്രാം വേണം, സ്ത്രീകൾക്ക് 27 മില്ലിഗ്രാം അയണാണ് വേണ്ടത്. ഓക്കെ. പുരുഷന്മാർക്ക് വേണ്ടത് 21 മില്ലിഗ്രാം ആണ്, ഡെയിലി ബേസ് ആണ് ട്ടാ, ദിവസം. സ്ത്രീകൾക്ക് വേണ്ടത് 27 മില്ലിഗ്രാം അയണാണ് വേണ്ടത്. ഒരു ആൺകുട്ടിക്ക് 15 മില്ലിഗ്രാം അയൺ വേണം. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് 17 മില്ലിഗ്രാം അയൺ വേണം. ഗർഭിണിക്ക് ഓരോ ദിവസവും 32 മില്ലിഗ്രാം അയൺ വേണം. പാല് കൂട്ടുന്ന അമ്മമാർക്ക് 35 മില്ലിഗ്രാം അയൺ വേണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ അയൺ വേണ്ടത് ആർക്കാണ്? ഗർഭിണികൾക്ക്, പാല് കൊടുക്കുന്ന അമ്മമാർക്കാണ് വേണ്ടത്. പിന്നെ ഗർഭിണികൾക്ക് വേണം. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഒരു ദിവസം ആവശ്യമുള്ള അയണിന്റെ കണ്ടന്റ്. അപ്പൊ നമ്മുടെ മാർക്കറ്റുകൾ ഇതിന് പ്രതിവിധിയായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെ. നമുക്ക് ബ്ലഡ് കുറവുണ്ട്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മാർക്കറ്റുകൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്.
അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ കഴിച്ചിട്ട് ഒരുപാട് പേര് പറയുന്നത് എന്താണ്, നമുക്ക് അയന്റെ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം എന്താ, അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല, അത് നമുക്ക് ശോധനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാണ്, വയറ് സ്തംഭിക്കുകയാണ്, മലത്തിന് ബ്ലാക്ക് കളർ വരുന്നു, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ബ്ലഡ് വെക്കാനുള്ള ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ചില ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ എലമെന്റ്സ് വെൽനെസിന്റെ ഫീലിംഗ് ലിക്വിഡ് ആൻഡ് ക്യാപ്സ്യൂൾ കഴിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ മാത്രമല്ല വളരെയധികം ഗുണമുള്ള പ്രൊഡക്റ്റ് കൂടിയാണ്. ഒരു കാരണവശാലും നമ്മുടെ പല്ലുകൾക്കൊന്നും ബ്ലാക്ക് കളർ കാണുകയില്ല. മറ്റുള്ള പ്രൊഡക്റ്റുകൾ കഴിച്ച് നമ്മളെ പല്ലിനൊക്കെ ബ്ലാക്ക് കളർ കണ്ടുവരാറുണ്ട്. ബ്ലഡ് വെക്കാനുള്ള പ്രൊഡക്റ്റുകളൊക്കെ കഴിച്ചാൽ നമ്മുടെ ഫീലിംഗ് സിറപ്പോ ക്യാപ്സ്യൂളോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളിൽ ബ്ലാക്ക് കളർ കാണുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ഫോളിക് ആസിഡ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്തിൽ നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഫസ്റ്റ് മാസം ഫോളിക് ആസിഡ് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും നട്ടെല്ലിന് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിക്കാൻ വേണ്ടി പറയുന്നത്. അതേപോലെ തന്നെ ഫോളിക് ആസിഡ് ഒരു ഗർഭിണിയിൽ കൃത്യമായിട്ടില്ലെങ്കിൽ, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഒരു ഗർഭിണിയിൽ കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള പ്രസവം നടക്കും. അപ്പൊ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ് ഒക്കെ ഗർഭിണികൾക്ക് കറക്റ്റ് കഴിക്കാൻ പറയണം. കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ അവരിൽ നേരത്തെയുള്ള പ്രസവം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തതായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് എന്താണ്, ഗ്ലൈസിൻ. ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഊർജം ഉൽപാദനം കുറച്ചുകൂടി ഉയർത്തുന്നു. നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ഓക്സിജൻ ഉണ്ടെങ്കിലാണ് ഊർജ ഉൽപാദനം നടക്കുള്ളൂ. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നതാണ് ഗ്ലൈസിൻ. അതേപോലെ തന്നെ ഇരട്ടി മധുരവും ബീറ്റ്റൂട്ടും ചേർത്തിട്ടുണ്ട്. ഇരട്ടി മധുരത്തിന്റെ ഗുണം എന്താണ്? ആന്റി ഇൻഫെക്ഷൻ, അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇരട്ടി മധുരം. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് അനീമിയ വരാതെ സംരക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ലിക്വിഡില്, നമ്മള് ഫീലിംഗ് ലിക്വിഡിൽ ചേർത്തിട്ടുള്ള ഇതൊക്കെയാണ്. പിന്നെ ക്യാപ്സ്യൂളില് ഇതിന് പുറമെ ഒരു ഐറ്റം കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണിത്? കാൽഷ്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ക്യാപ്സ്യൂളില്. ഫീലിംഗ് ക്യാപ്സ്യൂളില് കാൽഷ്യം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിൽ കാൽഷ്യം ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് 33% അയൺ ആണ് ലഭിക്കുന്നത്. ഫീലിംഗ് ക്യാപ്സ്യൂൾ, ഒരു ക്യാപ്സ്യൂൾ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് 33% അയൺ ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി രോഗം മാറ്റാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. എന്താണ്? ഭക്ഷണം കറക്റ്റ് കഴിക്കുകയും അതിന്റെ കൂടെ തന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട സപ്ലിമെന്റ് ആണ് നമ്മളെ ഫീലിംഗ് ക്യാപ്സ്യൂൾ ആൻഡ് ലിക്വിഡ്. ഇപ്പൊ ഇത് കഴിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഫെറാസോൺ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ഫെറാസോൺ? ഫെറാസോണിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ മലത്തിലൊന്നും ബ്ലാക്ക് കളർ വരുന്നില്ല. അതേപോലെ തന്നെ ലിക്വിഡില് സ്ട്രോബെറി ടേസ്റ്റിലാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വയറുവേദന, മലബന്ധം ഇവയൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മളുടെ ഈ ഒരു ഫീലിംഗ് ക്യാപ്സ്യൂളും ലിക്വിഡും. മറ്റുള്ള പ്രൊഡക്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ദഹനം കറക്റ്റ് അല്ലാണ്ട്, ശോധന കറക്റ്റ് അല്ലാണ്ടിരിക്കുകയും നമ്മുടെ ബ്ലഡിലൊക്കെ ബ്ലാക്ക് കളർ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. രക്തം വെക്കാനുള്ള ഗുളിക കഴിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഫീലിംഗ് പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ പല്ലിന് നിറവ്യത്യാസം വരുന്നില്ല, നമ്മുടെ എന്താണ് വയറിന് പ്രശ്നങ്ങളൊന്നും വരില്ല, നമ്മുടെ മലത്തിന് ബ്ലാക്ക് കളർ വരുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ വരുന്നില്ല. ഇനി ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ലിക്വിഡ് കഴിച്ചതിന് ശേഷം പാല് കുടിക്കരുത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫീലിംഗ് ലിക്വിഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ പാല് കുടിക്കരുത്. അതേപോലെ തന്നെ ഇത് കഴിച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞ് എന്താണ് HB-യുടെ അളവ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ HB കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത്, ഫീലിംഗ് ലിക്വിഡോ ക്യാപ്സ്യൂളോ കഴിക്കുന്നത് നമുക്ക് ബ്ലഡിന്റെ കുറവ് ഉള്ളത് കൊണ്ടാണ്, HB-യുടെ അളവ് കുറവുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ വീണ്ടും HB-യുടെ അളവ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇത് കഴിക്കുന്നതിനൊപ്പം തന്നെ
നല്ലവണ്ണം ഇലക്കറികൾ കൂടി കഴിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ തന്നെ നമുക്ക് അതൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന നന്നായിട്ട് ഇലക്കറികൾ ചേർക്കണം. ഓക്കെ. പിന്നെ ക്യാപ്സ്യൂളിൽ നമ്മൾ ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂളും പിന്നെ നമ്മളെ നാറ്റ്സിയും ക്യാപ്സ്യൂളും ഒരുമിച്ച് കഴിക്കരുത്. കാരണം നമ്മൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ആണ് നാറ്റ്സിയം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കാൽമുട്ട് വേദന ഉള്ള ആൾക്കാർക്കൊക്കെ അല്ലെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നാറ്റ്സിയം. അപ്പൊ അങ്ങനെ കാൽമുട്ട് വേദന ഉള്ള ആൾക്കാര് ഈ ഒരു എന്താ പറയാ നമ്മുടെ ഫീൽ ലിക്വിഡോ അല്ലെങ്കിൽ ലിക്വിഡ് അല്ല ക്യാപ്സ്യൂളും കൂടി ഒരുമിച്ച് നിങ്ങൾ കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അത് ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയണം. ഒരു പ്രൊഡക്റ്റ് രാവിലെ കഴിക്കുക, ഒരു പ്രൊഡക്റ്റ് രാത്രി കഴിക്കുക, അങ്ങനെ കഴിക്കാൻ പറയണം. രണ്ടും ഒരുമിച്ച് കഴിക്കരുത്. എന്തൊക്കെയാണ്? നാറ്റ്സിയം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ഫീലും ക്യാപ്സ്യൂളും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം ഫീലിംഗ് ക്യാപ്സ്യൂളിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ ഇത് വെറും വയറ്റിൽ കഴിക്കരുത്, ഭക്ഷണത്തിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടി പറയാം. ഓക്കെ. പിന്നെ മുതിർന്നവർക്ക് 2 നേരം ഭക്ഷണത്തിന് ശേഷം ഓരോ ടീസ്പൂൺ വീതം കഴിക്കാം. അതേപോലെ തന്നെ ക്യാപ്സ്യൂളും ഓരോ ക്യാപ്സ്യൂൾ വീതം കഴിക്കാം. ഇനി ഒരുപാട് ഏറ്റവും നല്ലത് സ്ത്രീകള് ലിക്വിഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പുരുഷന്മാർക്കാണ് ക്യാപ്സ്യൂൾ ഒന്നും കൂടി അനുയോജ്യമായത്. അതുപോലെ തന്നെ കുറച്ചൊക്കെ ബ്ലഡിന്റെ കുറവുള്ള ആൾക്കാര് എന്താ വേണം, ഫീലിംഗ് സിറപ്പ് തന്നെ കഴിച്ചാൽ മതി. നന്നായിട്ട് അനീമിക് ആവുന്ന ആൾക്കാർക്ക് മാത്രമാണ് ക്യാപ്സ്യൂൾ കഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ തന്നെ 4 വയസ്സ് മുതൽ 15 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് എന്ത് വേണം, 1 ടീസ്പൂൺ ലിക്വിഡ് ഭക്ഷണശേഷം കഴിക്കാം. അതും ഡോക്ടർ നിർദ്ദേശപ്രകാരം വേണം കൊടുക്കാന്. പിന്നെ ഗർഭിണികള്, അമ്മമാര് 2 ക്യാപ്സ്യൂൾ വീതമോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വീതമോ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. അപ്പൊ ലിക്വിഡും ക്യാപ്സ്യൂളും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളെ കൂടെ കൊണ്ടുപോകാനൊക്കെ ഏറ്റവും നല്ലത് ക്യാപ്സ്യൂൾ ആണ്. പിന്നെ ഇനി ഇതിൽ ക്യാപ്സ്യൂൾ എന്ത് ക്യാപ്സ്യൂൾ ആണ്? 100% വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ ആണ്, വെജ് ക്യാപ്സ്യൂൾ ആണ് നമ്മുടെ ഫീലിംഗിലുള്ളത്. അത് തന്നെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. വെജ് ക്യാപ്സ്യൂളിന് നോൺ വെജ് ക്യാപ്സ്യൂളിനേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്.